ഹനഫി മദ്ഹബിൽ വാജിബാണ്. മറ്റു മദ്ഹബുകളൊക്കെ അതിന് നൽകിയ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ഉളഹിയ്യത്തിന് കഴിവുണ്ടായിരിക്കെ അത് ചെയ്യാത്തത് കറാഹത്തിന്റെ ഗണത്തിൽപ്പെടുമെന്ന് മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉളഹിയ്യത്ത് കൊടുക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്. ഉളഹിയ്യത്തിന് ഒരു മൃഗത്തെ വാങ്ങി നൽകുവാനോ ഒരു ഷെയർ ചേരുവാനോ ഒക്കെയുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടും ഉളുഹിയ്യത്ത് ചെയ്യാത്തത് കറാഹത്താണ് എന്ന മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ ഉപേക്ഷിക്കരുതെന്ന് അതിന്റെ പ്രാധാന്യത്തെ തൊട്ട് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ ഉണ്ടായിരുന്നു. ആ 10 കൊല്ലവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലി നടത്തിയതായി മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ തുടർച്ചയായി 3 ദിവസം അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നും പട്ടിണിയായിരുന്നു എന്നും ഈന്തപ്പഴം കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നുമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിക്കാനുള്ള കൂജയും ഒരൽപ്പം ഭക്ഷണവുമല്ലാതെ പലപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം. ആ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ താമസിച്ച 10 കൊല്ലവും ആ 10 കൊല്ലവും ഉളുഹിയ്യത്ത് നടത്തിയതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രയാസങ്ങളുടെ ഇടയിലും നബി തങ്ങൾ ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അത്രയേറെ പട്ടിണിയിൽ താമസിച്ച കാലത്ത്, വറുതിയുടെ കാലത്ത്, യുദ്ധങ്ങളുടെ കാലത്ത്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് ഉളുഹിയ്യത്ത് നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൽപര്യമെടുത്തതായി മഹാന്മാരായ മുഹദ്ദിസുകൾ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഇതെല്ലാം ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇക്കൊല്ലം ചെയ്യേണ്ടതില്ല എന്നാരും മനസ്സുകൊണ്ട് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അവിടുന്ന് മദീനയിലുള്ള 10 കൊല്ലവും ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടാകുമ്പോഴെല്ലാം എന്റെ ആയുസ്സിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം ഒന്നുകിൽ ഒരു ഉരുവിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഷെയർ ചേർന്നുകൊണ്ടാണെങ്കിലും ആ കർമ്മം ഞാൻ ചെയ്യുമെന്ന് കൽബുകൊണ്ട് നിയത്ത് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. അതിനെയാണ് ദീൻ, പരിശുദ്ധമായ ദീനിനോടുള്ള അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. എല്ലാ കൊല്ലവും ഞാൻ നടത്തേണ്ടതുണ്ടോ എന്ന ചിന്ത നമ്മുടെ കൽബിൽ വരേണ്ടതില്ല. മറിച്ച് കഴിയും പോലെ എല്ലാം പരിശുദ്ധമായ ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുക.